ഹലോ ഗായ്സ്, ദിസ് ഇസ് ജോസ് ഡൊമിനിക്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ലെറ്റ്സ് കോഡ് സീരീസ് എന്ന് പറഞ്ഞ സീരീസ് തുടങ്ങിയായിരുന്നു. അതിന്റെ പാർട്ട് 3 ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ചെയ്ത പ്രോബ്ലംസിനേക്കാളും കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ വരുന്ന ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വളരെയധികം പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാനായിട്ട് എനിക്ക് മോട്ടിവേറ്റഡ് ആവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കമന്റ് ചെയ്യുക. So without further ado guys, let's get straight into the video. So കഴിഞ്ഞ 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് അറൌണ്ട് 200 ഡിഫിക്കൽട്ടി ആയിരുന്നു കോഡ് ഷെഫിലെ. സോ ഇന്ന് ഞാൻ കുറച്ച് നമ്മുടെ ഗെയിം ഒന്ന് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 533 ലെവൽ ഡിഫിക്കൽട്ടി ഉള്ള പ്രോബ്ലം ആണ്. ഇന്ന് നമ്മൾ അറേ ട്രവേഴ്സൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൈത്തണിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കും. സോ ഇതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ പ്രോബ്ലം, മഹാസേന. പ്രോബ്ലത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാൻ നേരം നമുക്ക് നേരെ പ്രോബ്ലം വായിക്കാം. കട്ടപ്പ, as you all know, was one of the greatest warriors of his time. സോ ഇന്നത്തെ പ്രോബ്ലം ഒരു അടിപൊളി പ്രോബ്ലം ആണ് ഗൈസ്. ബാഹുബലിയാണ് നമ്മുടെ തീം. ബാഹുബലിയുടെ കട്ടപ്പ. നിങ്ങൾ ബാഹുബലി പടമൊക്കെ കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. സോ കട്ടപ്പയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പ്രോബ്ലം. സോ കട്ടപ്പ was one of the greatest warriors of his time. The kingdom of Maheshmati had never lost a battle under him, and the reason for that was their really powerful army, also called Mahasena. അതായത് ആദ്യം പറയുന്നത്, ഇവിടെ എനിക്ക് വേറൊരു ടിപ്പ് തരാനുള്ള ഗൈസ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസിലൊക്കെ അവർ വെറുതെ കുറെ കഥ അടിച്ചു വെക്കും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, ഒരു ഇൻപുട്ടിന് എന്ത് ഔട്ട്പുട്ടാണ് കണ്ടുപിടിക്കണം എന്ന ലോജിക്ക്, അത് മാത്രം പെട്ടെന്ന് പ്രോബ്ലത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുക. ബട്ട് ഇത് എന്തായാലും ഒരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് നമ്മൾ പ്രോബ്ലം ഒന്ന് വായിച്ചു വിടാം. സോ ബേസിക്കലി കട്ടപ്പ കിങ്ഡം ഓഫ് മഹിഷ്മതിയുടെ വലിയ വാരിയർ ആണെന്നൊക്കെ നമുക്കറിയാം. സോ അവിടുത്തെ അവർ യുദ്ധമൊന്നും തോറ്റിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ മഹാസേന എന്ന് പറയുന്ന ആർമിയാണ്. So Kattappa was known to be a very superstitious person. He believed that a soldier is lucky if the soldier is holding an even number of weapons, and unlucky otherwise. അതായത് കട്ടപ്പ ഒരു അന്ധവിശ്വാസിയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് കട്ടപ്പയുടെ ആർമിയിലെ ഒരു പട്ടാളക്കാരൻ ലക്കി ആണെന്ന് പുള്ളി വിചാരിച്ചിരുന്നത് പുള്ളിയുടെ കയ്യിലെ വെപ്പൺസിന്റെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ പുള്ളി അൺലക്കിയാണ്. സോ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10 അങ്ങനെയുള്ള നമ്പേഴ്സ്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 3, 5 അങ്ങനെയുള്ള നമ്പേഴ്സ്. സോ അതിലേക്ക് ഞാൻ പുള്ളി നടക്കുന്നില്ല. ഈവൻ നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കും. ബേസിക്കലി ഇവിടെ പറയുന്നത് കട്ടപ്പയുടെ വിശ്വാസം, ഞാൻ ഒരു പട്ടാളക്കാരനാണ്, എൻ്റെ കയ്യിൽ ഒരു വാളുണ്ട്, ഒന്നെന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് ഞാൻ അൺലക്കിയാണ്. ഞാൻ വേറൊരു പട്ടാളക്കാരനുണ്ട് എന്ന് വിചാരിക്കുക, അയാളുടെ കയ്യിൽ 2 വാളുണ്ട്, 2 എന്ന് പറയുന്ന ഈവൻ നമ്പറാണ്, സോ ഹീസ് ലക്കി. സോ അതാണ് കട്ടപ്പയുടെ അന്ധവിശ്വാസം. അപ്പോൾ അത് 1, 2 മാത്രമല്ല, ഇതുപോലെ ഏത് ഈവൻ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിനും എല്ലാത്തിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ പ്രോബ്ലം. So he considered the army as ready for battle if the count of lucky soldiers is strictly greater than the count of unlucky soldiers and not ready otherwise. സോ ഇവിടെ ഇപ്പൊ കട്ടപ്പയുടെ കാഴ്ചപ്പാടിൽ ലക്കി സോൾജിയർ ആരാണ്, അൺലക്കി സോൾജിയർ ആരാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇനി മൊത്തം ആർമി എടുത്തിട്ട് മൊത്തം ആർമിയിലെ ലക്കി സോൾജിയേഴ്സിന്റെ എണ്ണം അൺലക്കി സോൾജിയേഴ്സിന്റെ എണ്ണത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമാണ് കട്ടപ്പ ഈ എൻറ്റയർ ആർമി റെഡി ഫോർ ബാറ്റിൽ എന്ന് വിശ്വസിച്ചിരുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ആർമി ബാറ്റിലിന് റെഡി അല്ല എന്നാണ് കട്ടപ്പ വിശ്വസിച്ചിരുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, given the number of weapons each soldier is holding, your task is to determine whether the army formed by all the soldiers is ready for battle or not ready. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് ഈ മൊത്തം ആർമിയിൽ എത്ര സോൾജിയേഴ്സ് ഉണ്ടെന്ന് തരും, ഓരോ സോൾജിയറിന്റെ കയ്യിലും എത്ര വെപ്പൺസ് ഉണ്ടെന്നുള്ള എണ്ണം നമുക്ക് തരും. സോ അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ഈ എൻറ്റയർ ആർമി ബേസിക്കലി റെഡി ഫോർ ബാറ്റിൽ ആണോ അല്ലയോ എന്നുള്ളത്. ഇവിടെ ചെയ്യേണ്ടത് ഞാൻ ലോജിക് ഔട്ട്ലൈൻ ചെയ്ത് പറഞ്ഞുതരാം. സോ ബേസിക്കലി സിമ്പിൾ ആണ്. നമുക്ക് ഒരു അറയാണ് ഇവിടെ. ഇൻപുട്ട് ഫോർമാറ്റ് വായിച്ചു കഴിഞ്ഞാൽ ദിസ് ഫസ്റ്റ് ലൈൻ ഓഫ് ഇൻപുട്ട് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ഇന്റിജർ n denoting the number of soldiers. സെക്കൻഡ് ലൈൻ ഓഫ് ഇൻപുട്ട് കൺസിസ്റ്റ് ഓഫ് n സ്പേസ് സെപ്പറേറ്റഡ് ഇന്റിജേഴ്സ്. നമ്മൾ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 പ്രോബ്ലംസിൽ നമ്മൾ കണ്ടത് ഫസ്റ്റ് ലൈൻ ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് t ആയിരുന്നു, നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ്. സോ ഇവിടെ ഒരൊറ്റ ടെസ്റ്റ് കേസേ ഉള്ളൂ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് കിട്ടാം. ഇവിടെ ടിക്ക് വരെ തന്നിരിക്കുന്ന n ആണ്, അതായത് എത്ര സോൾജിയേഴ്സ് ഉണ്ട് ആർമിയിൽ എന്നുള്ള നമ്പറാണ്. അതായത് പിന്നെ രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ആ അറേ, അതായത് ഓരോ സോൾജിയേഴ്സിന്റെ കയ്യിലുള്ള വെപ്പൺസിന്റെ എണ്ണം ഹോൾഡ് ചെയ്യുന്ന അറയാണ് സെക്കൻഡ് പാരാമീറ്റർ. ഇവിടെ ടെസ്റ്റ് കേസസ് ഇല്ല. സോ നമുക്ക് ഇൻപുട്ട് ആയിട്ട് ഒരു അറേ കിട്ടും. അതിൽ ഫോർ എക്സാമ്പിൾ 1, 2, 3, 4, 5 എന്ന് പറയുന്ന അറയാണെങ്കിൽ ഫസ്റ്റ് സോൾജിയറിന്റെ കയ്യിലുള്ള വെപ്പൺസിന്റെ എണ്ണം 1, സെക്കൻഡ് സോൾജിയറിന്റെ കയ്യിലുള്ള വെപ്പൺസിന്റെ എണ്ണം 2, മൂന്നാമത്തെ സോൾജിയറിന്റെ കയ്യിലുള്ള വെപ്പൺസിന്റെ എണ്ണം 3, അങ്ങനെ. അതായത് ഓരോ അറയുടെ ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ആ പൊസിഷനിലുള്ള സോൾജിയറിന്റെ കയ്യിലെ നമ്പർ ഓഫ് വെപ്പൺസിന്റെ എണ്ണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ അറേ ഇൻപുട്ട് ആയിട്ട് എടുക്കുക, അറയിലെ ഓരോ വാല്യൂ നോക്കുക, ഈവൻ ആണോ ഓഡ് ആണോ നോക്കുക. ഈവൻ നമ്പർ ആണെങ്കിൽ ആ സോൾജിയർ ലക്കി ആയിട്ട് കൂട്ടുക, ലക്കി സോൾജിയേഴ്സിന്റെ എണ്ണം ഇൻക്രിമെന്റ് ചെയ്യുക. ഈവൻ അല്ല ഓഡ് നമ്പർ ആണെങ്കിൽ അൺലക്കി സോൾജിയേഴ്സിന്റെ എണ്ണം കൂട്ടുക. അറ്റ് ദി എൻഡ് ഇഫ് ലക്കി ഗ്രേറ്റർ ദാൻ അൺലക്കി ദെൻ ദി ആർമി ഈസ് റെഡി ഫോർ ബാറ്റിൽ, അതല്ലെങ്കിൽ ആർമി റെഡി അല്ല. സോ ഇനി നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാം ഗൈസ്. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടാൻ മറക്കരുത്, ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കാം. നമുക്ക് കോഡിങ്ങിലേക്ക് കടക്കാം ഗൈസ്.
സോ ഇവിടെ ഞാൻ പറഞ്ഞു ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത് ഇവിടെ ഇൻപുട്ട് ഇല്ല. സോ ആദ്യത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് n ആണ്, നമ്പർ ഓഫ് സോൾജേഴ്സ്, അതായത് അറേയുടെ ലെങ്ത്. അറേ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ കമന്റ്സിൽ ഇടുക, എന്തെങ്കിലും റിസോഴ്സ് എന്തെങ്കിലും ഞാൻ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് നോക്കിയാൽ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ബേസിക്കലി ഒരു ലിസ്റ്റ് 1 2 3 4 എന്ന് പറഞ്ഞ വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന ലിസ്റ്റ് ആണ് പ്രോഗ്രാമിംഗിൽ അറേ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് n ഇൻപുട്ട് ആയിട്ട് എടുക്കാം. ഇൻപുട്ട് എടുക്കുന്നതൊക്കെ ഞാൻ വീണ്ടും പറയുന്നില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് പോയി കണ്ടു നോക്കുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് പൈത്തണിൽ എങ്ങനെയാണ് ഇൻപുട്ട് എടുക്കുക എന്നുള്ളത്. ഓക്കെ ഗൈസ്, നമ്മൾ n ഇൻപുട്ട് ആയിട്ട് എടുത്തു. സെക്കൻഡ് ലൈൻ ഓഫ് ഇൻപുട്ട് കൺസിസ്റ്റ് ഓഫ്, സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ സോൾജേഴ്സിന്റെ വെപ്പൺസിന്റെ എണ്ണം ഹോൾഡ് ചെയ്യുന്ന അറേ. സോ അത് നമുക്ക് ഇൻപുട്ട് ആയിട്ട് എടുക്കാം. ലെറ്റ്സ് കോൾ ദാറ്റ് ലിസ്റ്റ് സോൾജേഴ്സ്. സോൾജേഴ്സ് ഈക്വൽസ് ലിസ്റ്റ് ഓഫ് മാപ്പ് ഇൻ കോമ ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ്. നമ്മുടെ പൈത്തണിൽ നമ്മൾ ഇതിനെ ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ബേസിക് പ്രോഗ്രാമിലെ അറേ ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചാണ് പൈത്തണിലെ ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതൊന്നും അത്ര ഡീപ്പായിട്ട് ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കുക, ഗൂഗിൾ സെർച്ച് ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാം. സോ ബേസിക്കലി സോൾജേഴ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു, നമ്മുടെ കയ്യിൽ പൈത്തണിൽ വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂസിൽ ഈ അറേ എങ്ങനെയാണ് ട്രവേഴ്സ് ചെയ്യുന്നത്, ഈ ലിസ്റ്റ് എങ്ങനെയാണ് പൈത്തണിൽ ട്രവേഴ്സ് ചെയ്യുന്നത് നോക്കാം. സോ സിമ്പിൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് പൈത്തണിൽ നമുക്ക് ലിസ്റ്റ് ട്രവേഴ്സ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ സോൾജിയർ ഇൻ റേഞ്ച്, റേഞ്ച് അല്ല, ഇൻ സോൾജിയേഴ്സ്. സോ ഈ സിമ്പിൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് പൈത്തണിൽ എന്താണ് ലിസ്റ്റ് ട്രവേഴ്സ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ഫോർ സോൾജിയർ ഇൻ സോൾജിയേഴ്സ് എന്ന് പറയുന്ന ഈ കമാൻഡ് ചെയ്യുന്നത്, സോൾജിയർ എന്ന് പറയുന്ന വേരിയബിൾ നെയിം ആണ്, എന്തുകൊണ്ട് നമുക്ക് കൊടുക്കാം. സോൾജിയേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റ് എടുക്കും, അതിൽ ഓരോ വാല്യൂ കൂടെ ഐറ്ററേറ്റ് ചെയ്ത് പോകും, ഇതിന്റെ ഓരോ ഐറ്ററേഷനും. അതാണ് ഫോർ സോൾജിയർ ഇൻ സോൾജിയേഴ്സ്. സോ ഇനി നമുക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, ഈ ഓരോ സോൾജിയറും ലക്കിയാണോ അൺലക്കിയാണോ നോക്കണം. സോ നമുക്ക് ചെയ്യേണ്ടത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ നോക്കണം. വേറെ ഒരു സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇത് ചെയ്യാം. ഇഫ് സോൾജിയർ മോഡ് 2 ഈക്വൽ ടു 0. സോ ആദ്യം നമുക്ക് മേളിൽ ലക്കി അൺലക്കി എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. കാരണം ലക്കി സോൾജേഴ്സിന്റെ അൺലക്കി സോൾജേഴ്സിന്റെ എണ്ണം നമുക്ക് കീപ് ട്രാക്ക് ചെയ്യണ്ടേ. എന്നാലല്ലേ നമുക്ക് ഈ അറേ കൂടെ ട്രവേഴ്സ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ലക്കി ആണോ, ടോട്ടലി ലക്കി ആണോ അൺലക്കി ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, ലക്കി 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യാം. കാരണം ഇനിഷ്യലി നമുക്ക് അറിയില്ല എത്ര പേര് ലക്കിയാണ് എത്ര പേര് അൺലക്കി ആണ്. അൺലക്കി ഈക്വൽ 0. സോ ഇവിടെ ഒരു പുതിയ സംഭവം എന്ന് പറയുന്നത് മോഡുലസ് ഓപ്പറേറ്റർ പൈത്തണിൽ. സോ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ സെക്കൻഡ് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ എത്രയാണെന്ന് നോക്കും. സോ ഈ ഇൻ ദിസ് കേസ് നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രമാണ് റിമൈൻഡർ 0 വരത്തുള്ളൂ. സോ ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ ചെക്ക് ചെയ്യാനൊക്കെ ഈ മോഡുലസ് ഓപ്പറേറ്റർ വളരെ ഹെൽപ്ഫുൾ ആണ്. സോ നമ്മളിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഈ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന റിമൈൻഡർ 0 ആണെന്ന് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈവൻ ആണ്. സോ ഈവൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, ലക്കിയുടെ നമ്പർ കൂട്ടാം. ഈ സോൾജിയർ ലക്കിയാണ്, ലക്കി പ്ലസ് ഈക്വൽ ടു 1. സോ ലക്കി പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പൈത്തണിലെ ഒരു ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ ആണ്. അതായത് പ്ലസ് ഈക്വൽ ടു 1. പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് എക്സ്പാൻഡ് ചെയ്താൽ ലക്കി ഈക്വൽസ് ലക്കി പ്ലസ് 1, അത്രേ ഉള്ളൂ ഗൈസ്. സോ എൽസ് അൺലക്കി പ്ലസ് ഈക്വൽ ടു 1. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ലക്കി ആൻഡ് അൺലക്കി സോൾജേഴ്സിന്റെ കൗണ്ട് ഈ ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഓരോ വാരിയിൽ കൂടെ പോയി നോക്കിയിട്ട് ലക്കിയുടെ എണ്ണം കൂട്ടും, അൺലക്കിയുടെ എണ്ണം കൂട്ടി പോകും. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്നാണ് ഇഫ് ഇവിടെ നമ്മുടെ ക്വസ്റ്റൻ എന്താണ് പറയുന്നത്, ഇഫ് ദ കൗണ്ട് ഓഫ് ലക്കി സോൾജേഴ്സ് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ദ കൗണ്ട് ഓഫ് അൺലക്കി സോൾജേഴ്സ് ദെൻ വി നീഡ് ടു പ്രിന്റ് റെഡി ഫോർ ബാറ്റിൽ അല്ലെങ്കിൽ നോട്ട് റെഡി. സോ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് കീവേഡ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ. സോ സ്ട്രിക്ട്ലി ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കരുത്, ഗ്രേറ്റ് തന്നെ ആയിരിക്കണം, മനസ്സിലായോ. സോ അതായത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എ സ്ട്രിക്ട്ലി ഗ്രേറ്റർ എന്നുള്ള കീവേഡ് ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി തന്നെ ചെക്ക് ചെയ്യണം, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി പാടില്ല. അതൊന്ന് മനസ്സിൽ കീപ്പ് ചെയ്യുക ഗൈസ്. ഇത് പ്രോബ്ലംസിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇഫ് ലക്കി ഗ്രേറ്റർ ദാൻ അൺലക്കി പ്രിന്റ്, എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്, റെഡി ഫോർ ബാറ്റിൽ എൽസ് പ്രിന്റ് എൽസ് നോട്ട് റെഡി. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ സൊല്യൂഷൻ തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്താവും കേസ് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഐ തിങ്ക് ദിസ് ഇസ് റൈറ്റ്, ഇറ്റ് ഷുഡ് ഗെറ്റ് ദ റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. സബ്മിറ്റ്, മൊമെന്റ് ഓഫ് ട്രൂത്ത്. ടെസ്റ്റ് കേസ് 0, ടെസ്റ്റ് കേസ് 0, ടെസ്റ്റ് കേസ് 4. യെസ് 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 യെസ്
യെസ് ഗൈസ്, അങ്ങനെ ഇന്നത്തെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. സൊല്യൂഷനും ലോജിക്കും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. സോ അടുത്ത വീഡിയോ വരെ നമുക്ക് കാണാം. സോ ബിഫോർ ദാറ്റ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ടാഗ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. സോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ ഗൈസ്. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, സീ യു സൂൺ.